ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനത്തിനായി എടുക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 3, 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 3, 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗം. ഫരിസേയരിൽ നിക്കോദെമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യഹൂദ ജനതയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നിക്കോദെമോസ്. യഹൂദ ജനതയിലെ ഒരു വിഭാഗക്കാരാണ് ഫരിസേയർ. ഫരിസേയരിൽ ഒരു പ്രമാണിയാണ് നിക്കോദെമോസ്. ഫരിസേയർ അവർ ദൈവിക കാര്യങ്ങളോട് വലിയ താല്പര്യം, ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും വലിയ പ്രതിപത്തിയുള്ളവരായിരുന്നു. അവർ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും മുറുകെ പിടിച്ചിരുന്നു. കർശനമായ നിയമം പാലിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ആഴ്ചയിൽ 2 ദിവസം അവർ ഉപവസിച്ചിരുന്നു. ദിവസത്തിൽ 3 നേരം അവർ പ്രാർത്ഥിച്ചിരുന്നു. കൃത്യമായ ദശാംശം കൊടുത്തിരുന്നു. എന്ന് വേണ്ട തുളസി, ചതുകപ്പ, ജീരകം ഇവയുടെ പോലും ദശാംശം കൊടുത്തിരുന്നു. അത്രയ്ക്കും ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടൊക്കെ അവർ താല്പര്യമുള്ളവരായിരുന്നു. പക്ഷേ അവരെ ആത്മീയ ജീവിതത്തിൽ ഒരു തൃപ്തിക്കുറവ് അവർക്ക് അനുഭവപ്പെട്ടു. ദൈവം കൂടെയുള്ള ഒരു അനുഭവം അവർക്കില്ലാതെയായിപ്പോയി. ഇവിടെ നിക്കോദെമോസ് വന്നിട്ട് ഈശോയോട് പറയുന്നുണ്ട്, ദൈവം കൂടെയില്ലാത്ത ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവം കൂടെയുള്ളവരെ മറ്റുള്ളവർ തിരിച്ചറിയുന്നു. മറ്റുള്ളവർ എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുന്നത്? അവരിലുള്ള ആ ദൈവിക സ്വഭാവങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അധികാരവും എല്ലാം കണ്ടിട്ടാണ് മറ്റുള്ളവർ അവരെ തിരിച്ചറിയുന്നത്. മനുഷ്യർ തിരിച്ചറിയുന്നു, മൃഗങ്ങളും തിരിച്ചറിയുന്നുണ്ട് ദൈവിക സാന്നിധ്യമുള്ളവരെ. നമുക്ക് കാണാൻ കഴിയും മദർ തെരേസയുടെ ഒരു സംഭവം. മദർ തെരേസ്യ കൽക്കട്ടയിൽ ശുശ്രൂഷ ചെയ്ത് ഒരു തെരുവിലൂടെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാളക്കൂറ്റിനെ നേർക്കുനേർ കണ്ടുമുട്ടുന്നു. അതൊരു വെകിളി പിടിച്ച ഒരു കാളക്കൂറ്റൻ. അനേകരെ കുത്തിമറിച്ച് കൊമ്പിൽ കോർത്ത് വരുന്ന ഒരു കാളക്കൂറ്റൻ നേർക്കുനേർ മദർ തെരേസയുടെ നേർക്കുനേർ വന്നപ്പോൾ, മദർ തെരേസയുടെ മുമ്പിൽ വന്നപ്പോൾ ഈ കാളക്കൂറ്റൻ 2 കാലുകളും മടക്കിയത്. അത് മടക്കി അവിടെ അനുസരിക്കുകയാണ് മദർ തെരേസയെ. ദൈവ സാന്നിധ്യമുള്ള വ്യക്തികളെ മൃഗങ്ങൾ തിരിച്ചറിയുന്നു. അതുപോലെ അസിസി പട്ടണത്തെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഒരു ചെന്നായിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അനേകരെ കടിച്ചു കയറിയുന്ന ആ ചെന്നായി. ഫ്രാൻസിസ് അസിസി പിതാവ് ആ ചെന്നായെ ഇണക്കി മെരുക്കിയെടുക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യമുള്ളവരെ മറ്റുള്ളവരെ തിരിച്ചറിയുന്നു. ദൈവം കൂടെയുള്ള വ്യക്തികളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നു. ഇവിടെ നിക്കോദെമോസ് പറയാണ്, ദൈവം കൂടെ ഇല്ലാത്ത ഒരുവന് നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവം കൂടെയുള്ള ഒരു അനുഭവം വേണമെങ്കിൽ ഈശോ അതിന് കൊടുക്കുന്ന മറുപടിയാണ്, നീ വീണ്ടും ജനിക്കണം. നീ ഒരു യഹൂദനായതുകൊണ്ട് ദൈവം കൂടെയുള്ള ഒരു അനുഭവം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. യഹൂദരുടെ ഒരു ധാരണ ഇതായിരുന്നു, തങ്ങൾ ദൈവത്തിന് സ്വന്തം, അബ്രാഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരായതുകൊണ്ട് ദൈവവും സ്വർഗവും തങ്ങൾക്ക് സ്വന്തമെന്ന് അവർ കരുതിയിരുന്നു.
ഈ ധാരണയാണ് ഈശോ തകിടം മറിച്ചത്. അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതായതുകൊണ്ട്, സന്താന പരമ്പരയിൽപ്പെട്ടതായതുകൊണ്ട് ദൈവവും സ്വർഗവും സ്വന്തമാകണമെന്നില്ല. ദൈവത്തോടു കൂടി ഒരു ജീവിതം വേണോ, ഒരു ദൈവാനുഭവം വേണോ, സ്വർഗം വേണോ എങ്കിൽ ഈശോ ആവശ്യപ്പെടുന്നു, നീ വീണ്ടും ജനിക്കണം. എപ്രകാരമാണ് വീണ്ടും ജനനം സംഭവിക്കേണ്ടത്? ജലത്താലും ആത്മാവിനാലുമാണ് ഈ വീണ്ടും ജനനം സംഭവിക്കേണ്ടത്. അവിടെ ഒരു ചെറിയ സംശയം നിക്കോദേമസിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ ഈ വചനഭാഗത്ത് വായിച്ചു. നിക്കോദേമസ് ഒരു സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, പ്രായമായ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കും? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചിട്ട് ജനിക്കണോ? വേണ്ട. ഈശോ പറഞ്ഞത് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചല്ല ജനിക്കേണ്ടത്. നീ ജനിക്കേണ്ടത് ജലത്താലും ആത്മാവിനാലുമാണ്. ആ ജനനം അത് ഉന്നതത്തിൽ നിന്നുള്ള ജനനമാണ്. അത് പരിശുദ്ധാത്മാവിന് ശക്തിയാലുള്ള ഒരു രൂപാന്തരപ്പെടലാണത്. മനുഷ്യ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങൾ, മാംസത്തിൽ ജനിക്കുന്നത് മാംസം. നശ്വരമായ ബീജത്തിൽ നിന്നാണ് അവർ ജന്മം കൊള്ളുന്നത്. ആ ജനനം പോരാ. കാരണം മനുഷ്യ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നവരിലെല്ലാം പാപത്തിൻ്റെ കണികയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, 51-ാം സങ്കീർത്തനം 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായിപ്പോഴേ ഞാൻ പാപിയാണെന്ന്. മാംസത്തിൽ ജനിക്കുന്ന മാംസം വെറും ജഡീകരാണ്. അവർക്ക് ജഡീയ കാര്യങ്ങളിലാണ് താല്പര്യം. ഈ ലോക കാര്യങ്ങളിൽ, ഈ ലോക നേട്ടങ്ങളിൽ, ഈ ലോക സമ്പാദ്യങ്ങളിൽ, ഈ ലോക സുഖങ്ങളിൽ, സന്തോഷങ്ങളിലാണ് അവർ താല്പര്യം പ്രകടിപ്പിക്കുക. അവർ നശ്വരമായ ബീജത്തിൽ നിന്ന് ജനിച്ചവരാണ്. എന്നാൽ വീണ്ടും ജനിക്കുന്നവർ, അവർ അനശ്വരമായ ബീജത്തിൽ നിന്ന് ജനിക്കുന്നവരാണ്. ആ ജനനം ഉന്നതത്തിനുള്ള ജനനമാണത്. ദൈവത്തിൻ്റെ വചനമാണ് അനശ്വരമായ വചനം. പത്രോസ്ലിയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1 പത്രോസ് 1:23, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്. സജീവവും സനാഥമായ ദൈവവചനത്തിൽ നിന്നാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം മനുഷ്യ ഹൃദയങ്ങളിൽ വീഴണം. അപ്പോൾ ആ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയും, ദൈവസ്നേഹം കൊണ്ട് നിറയും, പാപബോധമുണ്ടാകും. ഇതാ അവിടെ യേശുവിനെ തിരിച്ചറിയുന്നു, ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നു. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. വചനം നമ്മുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ വീണ്ടും ജനിക്കേണ്ടത് വചനത്താൽ, യേശുവിൻ്റെ രക്തത്താൽ, പരിശുദ്ധാത്മാവിനാലാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ പറഞ്ഞിരിക്കുന്നത്, നീ വീണ്ടും ജനിക്കണം. ഒരു ദൈവരാജ്യ അനുഭവം വേണമെങ്കിൽ, ദൈവത്തോടു കൂടിയുള്ളൊരു ജീവിതം വേണമെങ്കിൽ, സ്വർഗം വേണമെങ്കിൽ, ഒരു പർദീസ അനുഭവം വേണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കേണ്ടത് ജലത്താലും ആത്മാവിനാലുമാണ്. ഇവിടെ ഏറെ തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും സാധ്യതയുള്ള ഒരു തിരുവചന ഭാഗമാണ് ഈ ജലത്താലുള്ള ജനനം എന്ന ആ ഒരു വചനഭാഗം. അതിൻ്റെ പേരിൽ അനേകം മക്കളെ ഇന്ന് മറ്റ് സഭാവിവാഹക്കാർ ഇതാ അവരെ വേറെ സഭകളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അവരെ സഭകളിലൊക്കെ ചേർക്കുന്നുണ്ട്. അത് തെറ്റായൊരു വ്യാഖ്യാനം കൊടുക്കുകയാണത്. അനേകം ദൈവമക്കളെ മറ്റ് സഭകളിലേക്ക് ഇതാ അവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. ജലത്താലുള്ള ജനനം, വെള്ളത്തിൽ മുഖാതെ വിശുദ്ധീകരണം നടക്കില്ല, പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. ഇതാണ് അവരുടെ വാദഗതി. തെറ്റ്, ശുദ്ധ അബദ്ധമാണത്. ഈശോ ജലത്താലുള്ള ജനനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പൂർണ്ണമായ ആത്മവിശുദ്ധീകരണമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം മുഴുവനുള്ള വിശുദ്ധീകരണം. മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ 3 തലങ്ങളുണ്ട്: മനുഷ്യബുദ്ധി, മനുഷ്യ ശരീരം, മനുഷ്യാത്മാവ്. ഈ 3 തലങ്ങളെയും വിശുദ്ധീകരിക്കാൻ പച്ചവെള്ളത്തിന് കഴിയില്ല. വെള്ളത്തിന് ബാഹ്യമായ ശുദ്ധി വരുത്താൻ കഴിയും. വെള്ളത്തിൻ്റെ പ്രയോജനം നമുക്കറിയാം. കഴുകാൻ, വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നു. പാത്രം കഴുകാൻ, തുണി കഴുകാൻ, അതുപോലെ നമ്മുടെ ശരീരം വൃത്തിയാക്കാൻ, അകം തുടയ്ക്കാൻ, ഇതിനെല്ലാം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ബാഹ്യമായ ശുദ്ധി മാത്രമേ വെള്ളത്തിന് പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. ആന്തരികമായ വിശുദ്ധി ഒരിക്കലും പച്ചവെള്ളത്തിന് കഴിയില്ല. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കുറേ ദുഃഖമോ, നിരാശയോ, കുറ്റബോധമോ, വെറുപ്പോ, വിദ്വേഷമോ, അഹങ്കാരമോ, സ്വാർത്ഥതയോ, അസൂയയോ, ധനമോഹമോ, ആസക്തികളോ ഇതെല്ലാം ഉണ്ടെങ്കിൽ പച്ചവെള്ളം കൊണ്ട് കഴിയാൽ, അല്ലെങ്കിൽ സോപ്പോ വിമ്മോ കാരോ ഉപയോഗിച്ചാലും ഒരു വ്യക്തിക്ക് ആന്തരിക വിശുദ്ധി ലഭിക്കില്ല. ആന്തരിക വിശുദ്ധി ലഭിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഈശോ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ ദൈവവചനത്തിന് കഴിയും.
യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വചനമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അതാണ് ഈ ധ്യാനങ്ങളെല്ലാം സംഭവിക്കുന്നത്. ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവർ വചനം കേൾക്കുമ്പോൾ ആ വചനം അവരുടെ ഹൃദയത്തിൽ വന്ന് വീഴുമ്പോൾ അവരിൽ നിന്ന് ദുഃഖവും നിരാശയും വെറുപ്പും വിദ്വേഷവും ആസക്തികളും അന്ധവിശ്വാസവും ഇതെല്ലാം അവരിൽ നിന്ന് വിട്ടുപോകുന്നു. ഇതാ ഈ അശുദ്ധികളെല്ലാം പിഴുതെറിഞ്ഞ് കളയാനായിട്ട് വചനത്തിന് സാധിക്കും. അപ്പോൾ ഈശോ ജലത്താലുള്ള ജനനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പൂർണ്ണമായ ഒരു അല്പവിശുദ്ധീകരണം. അത് പച്ചവെള്ളം കൊണ്ട് സാധ്യമല്ല. വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് ഒരു വ്യക്തിയും വിശുദ്ധീകരിക്കപ്പെടാൻ പോകുന്നില്ല. വെള്ളത്തിന് ബാഹ്യമായ ശുദ്ധി മാത്രമേ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. ആന്തരിക വിശുദ്ധിക്കാണ് ഈശോ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. മനുഷ്യൻ്റെ ഹൃദയങ്ങളെയാണ് ദൈവം പരിശോധിക്കുന്നത്. നമ്മുടെ ദൈവം ബാഹ്യശുദ്ധിക്കല്ല, ആന്തരിക വിശുദ്ധിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് ഈശോയുടെ വചനം കേൾക്കണം. ഈശോയുടെ വചനം കേട്ട് പിന്നീട് എന്താവണം? ഈശോയുടെ രക്തത്താൽ ആ വ്യക്തി കഴുകപ്പെടണം. 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നു, യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. പച്ചവെള്ളമല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നത്. തെറ്റായ വ്യാഖ്യാനമാണ് കൊടുക്കുന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ, തെറ്റായ വ്യാഖ്യാനം. അത് യേശുവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. വീണ്ടും ആ ആത്മാവ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നു. അങ്ങനെ വചനത്താലും രക്തത്താലും കഴുകപ്പെടുന്ന ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയണം. ഇതാണ് ആത്മാവിലുള്ള വീണ്ടും ജനനം. ജലത്താലുള്ള ജനനം വചനത്താൽ രക്തത്താലും കഴുകപ്പെടുന്നു. വീണ്ടും ആ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ദൈവത്തോടു കൂടിയുള്ള ഒരു ജീവിതം ആ വ്യക്തി ഈ ഭൂമിയിൽ ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും ജനനം. ഈ ഭൂമുഖത്ത് മനുഷ്യ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച എല്ലാ വ്യക്തികളിലും സംഭവിക്കേണ്ടതാണ് ഈ വീണ്ടും ജനനം. കാരണം ഈ ഭൂമുഖത്ത് ജനിക്കുന്ന എല്ലാവരും പാപത്തോടെയാണ് പിറക്കുന്നത്, ഉത്ഭവപാപത്തോടെയാണ് പിറക്കുന്നത്. അവർ വിശുദ്ധീകരിക്കപ്പെടണം. യേശുവിൻ്റെ വചനത്താലും യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ ആത്മാവിനാലുമാണ് അവർ വീണ്ടും ജനിക്കേണ്ടത്. ആ വീണ്ടും ജനിക്കുന്ന വ്യക്തികൾ ദൈവത്തോടു കൂടെ ഒരു ജീവിതം ഈ ഭൂമിയിൽ അവർ ആരംഭിക്കുകയാണ്. ഈ ഭൂമിയിൽ തന്നെ ദൈവത്തോടു കൂടി ഒരു ജീവിതം, ആ ദൈവരാജ്യ, ആ സ്വർഗരാജ്യ, ആ പർദീസ അനുഭവം ഇവിടെ വെച്ച് നമുക്ക് കിട്ടണം. ഇവിടെ കിട്ടിയാൽ മാത്രമേ ഈ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് വരാൻ പോകുന്ന ജീവിതം. വീണ്ടും ജനനം വീണ്ടും ശ്രദ്ധിക്കുക. അത് ഉന്നതത്തിനുള്ള ജനനമാണ്. ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ഒരു വ്യക്തി രൂപാന്തരപ്പെടുന്ന അവസ്ഥയാണത്. തെറ്റിദ്ധരിക്കപ്പെടല്ലേ ഈ വചനം. ജലത്താലുള്ള ജനനം എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുക എന്ന് പ്രിയമുള്ളവരെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി മാറുകയാണ്. പച്ചവെള്ളത്തിൽ കഴുകണമെന്ന് നിർബന്ധമില്ല ഒരു വ്യക്തിയെ. നമുക്കറിയാം, പത്രോസ്ലിഹ വിജാതീയരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 10-ാമത്തെ അധ്യായം 44-ാമത്തെ വചനമാണ്. വിജാതീയരോട് ഈ സുവിശേഷം, യേശുക്രിസ്തു വഴിയുള്ള രക്ഷയെക്കുറിച്ച് പത്രോസ്ലിഹ വിജാതീയരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞു. പച്ചവെള്ളത്തിൽ മുങ്ങിയ ശേഷം എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് നമ്മളത് കാണുന്നുണ്ട്. വിജാതീയരോട് വചനം കേട്ട് പ്രസംഗിച്ചപ്പോൾ, ആ വചനം കേട്ടപ്പോൾ, അത് വിശ്വസിച്ചപ്പോൾ വിശ്വാസം വഴി കൃപയാൽ അവർ രക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ പച്ചവെള്ളത്തിൽ മുങ്ങണമെന്ന് ഒരു നിർബന്ധമില്ലാതെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അവർക്ക് വീണ്ടും മാമോദിസ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, വീണ്ടും ജനനം ഈ ഭൂമുഖത്ത് എല്ലാ മനുഷ്യരിലും സംഭവിക്കേണ്ട കാര്യമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി, യേശുവിൻ്റെ വചനം വഴി, യേശുവിൻ്റെ രക്തം വഴി, യേശുവിൻ്റെ ആത്മാവ് വഴിയായിട്ടാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. ആ വീണ്ടും ജനിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു. എസെക്കിയേൽ 37:14 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. കണ്ടോ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ആരോടൊപ്പം ജീവിക്കും? ദൈവത്തോടൊപ്പം ജീവിക്കും. ദൈവം കൂടെയുള്ള ഒരു അനുഭവം യഹൂദർക്കില്ലാതെ പോയി. അവിടെയാണ് അവരുടെ ധാരണകളെല്ലാം ഈശോ തകിടം മറിച്ചത്. നിങ്ങൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാൽ മാത്രമേ ദൈവവും സ്വർഗവും എല്ലാം നിങ്ങൾക്ക് സ്വന്തമാകുകയുള്ളൂ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വീണ്ടും ജനനം സംഭവിച്ച വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുന്നത്? അവർക്ക് പ്രാർത്ഥനയോട് വലിയൊരു താല്പര്യം, കൂദാശകളോട് വലിയൊരു താല്പര്യം,
മണിക്കൂറുകൾ അവർ പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം അവർ ചെലവഴിക്കും. അവർക്കൊരു മടുപ്പ് തോന്നില്ല. വിശുദ്ധ തോമസ് മൂർ, ഒരു അൽമായ വിശുദ്ധനായിരുന്നു വിശുദ്ധ തോമസ് മൂർ. അദ്ദേഹത്തിന് ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരുന്നു. ദിവസത്തിൽ 5 മണിക്കൂർ നേരം അദ്ദേഹം വ്യക്തിപരമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നത്. 5 മണിക്കൂർ. പുലർച്ചെ 2 മണിക്ക് എഴുന്നേൽക്കും, 7 മണി വരെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചിരുന്നു. 7:30 അന്ന് വിശുദ്ധ കുർബാന. 5 മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോയിരുന്നത്. ആ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ഈശോയുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരാൻ ശ്രദ്ധിച്ചിരുന്നു. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ രാവിലെ ഏറ്റവും മിനിമം 2 മണിക്കൂർ നേരം പ്രാർത്ഥിക്കും എന്ന് പറയുന്നത്, വൈകിട്ട് 1 മണിക്കൂർ. പ്രിയമുള്ളവരെ, ഇതാ വീണ്ടും ജനനം നടന്ന വ്യക്തികളിൽ കാണുന്ന ഒരു പ്രത്യേകത, പ്രാർത്ഥനയോട് അവർക്ക് വലിയൊരു താല്പര്യം, കൂദാശകളോട് വലിയൊരു താല്പര്യം, അനുദിനമുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അവർ താല്പര്യം കാണിക്കും. എത്ര ത്യാഗം ചെയ്ത്, എത്ര ദൂരെ പോയി. മരിയ കുര്യത്തിയെല്ലാം 12 കിലോമീറ്റർ ദൂരം നടന്നാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്. അവർക്ക് കൂദാശകളോട് താല്പര്യം, അടിക്കടി അവർക്ക് കുമ്പസാരിക്കാൻ താല്പര്യം തോന്നും. പ്രിയമുള്ളവരെ, ഇത് വീണ്ടും ജനിച്ച വ്യക്തികളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണത്. അവർക്ക് പ്രാർത്ഥനയോടും കൂദാശകളോടും വലിയ അടുപ്പം അവർക്ക് താല്പര്യം അവർക്ക് കാണിക്കുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും ജനിച്ച വ്യക്തികൾ കാണുന്നത് അവർ പാപത്തിനു മരിച്ച വ്യക്തികളായിരിക്കും. പാപത്തോട് അവർ നോ പറയും. ഒരു കൊച്ചു പാപം പോലും ചെയ്ത് അവർ ദൈവത്തെ വേദനിപ്പിക്കാൻ അവർക്ക് മനസ്സ് വരില്ല. ഏതെങ്കിലും ഒരു പാപം ചെയ്യാന്നതിനേക്കാൾ മരിക്കാൻ പോലും സന്നദ്ധനാകണം എന്ന മനസ്താപപ്രകടനം എന്ന പ്രാർത്ഥന അവർ ആത്മാർത്ഥമായി ചങ്കത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നവരവർ. ഒരു കൊച്ചു പാപം പോലും ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തവർ, ആരെങ്കിലും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതും ഇവർക്ക് സഹിക്കില്ല. പാപം ചെയ്യുന്നവരെ അവർ ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സ്വന്തം ആത്മരക്ഷയ്ക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, മറ്റുള്ളവരിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയാണെന്ന്. മറ്റുള്ളവരിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി ഈറ്റുനോവ്. അത്ര ത്യാഗം ചെയ്തു, ഉപവസിച്ച് പ്രാർത്ഥിച്ച്, മുട്ടുമെൽ നിന്ന് ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കളെ അവർ ഈശോയ്ക്ക് നേടിക്കൊടുക്കുന്നു. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അവർ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കും. അതാണ് വീണ്ടും ജനിച്ച വ്യക്തികളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത. വീണ്ടും ജനിച്ച വ്യക്തികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവർക്ക് ഈശോയോട് വലിയൊരു സ്നേഹം. ഈശോയ്ക്ക് വേണ്ടി അവർ ജീവിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തിലും, സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ എന്തുമായിരിക്കട്ടെ, ഏത് സാഹചര്യത്തിലും ഈശോയെക്കുറിച്ച് അവർ പറയും. ഈശോയെ ഏറ്റുപറയാൻ അവർ തയ്യാറാകും. ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ എന്നെ തള്ളി പറയുന്നവനെ ഞാൻ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ ഞാനും തള്ളി പറയുന്നു. ഏത് സാഹചര്യത്തിലും, ഏത് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നാലും, ഏത് പ്രതികൂല സാഹചര്യത്തിലായാലും അവർ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് അവർ തയ്യാറാകാം. വിശുദ്ധ കൊച്ചുത്രേസ്യ ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ ഞാൻ സ്വർഗത്തിൽ വരാൻ ആഗ്രഹം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ സ്വർഗത്തിലുള്ളതുകൊണ്ടാണ്. നീ സ്വർഗത്തിലുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ സ്വർഗത്തിൽ വരാൻ ആഗ്രഹം. മറിച്ച് നീ നരകത്തിലാണെന്ന് അറിഞ്ഞാൽ ഞാൻ നരകത്തിൽ വരാൻ തയ്യാറാണെന്ന്. ഈശോയോട് അവർക്ക് വലിയൊരു സ്നേഹം, വലിയൊരു അടുപ്പം, ഒരു വലിയൊരു ബന്ധം അവർക്കുണ്ടാവും. പ്രിയമുള്ളവരെ, അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും. ഈശോയ്ക്ക് വേണ്ടി അവർ രക്തസാക്ഷിത്വം പോലും വഹിക്കാനായിട്ട് അവർ തയ്യാറാകും. രക്തസാക്ഷിത്വം പോലും തയ്യാറാകും. ഇന്ന് നമുക്കറിയാം, സഭയിൽ അനേകം രക്തസാക്ഷികൾ ഉണ്ടാകാനുള്ള കാരണം ഈശോയോടുള്ള ആ സ്നേഹമാണ്. വീണ്ടും ജനിച്ചവർ അവർ ഉന്നതത്തിലുള്ളവയെ ലക്ഷ്യം വയ്ക്കുന്നവരാണ്. പ്രിയമുള്ളവർ, ഉന്നതത്തിലുള്ളവരെ ലക്ഷ്യം വയ്ക്കുന്നവർ. ഈ ലോക കാര്യങ്ങളിലല്ല അവരെ ശ്രദ്ധ അടക്കിയിരിക്കുന്നത്. അവർ ആത്മീയരാണ്, അവർ സ്വർഗീയ വ്യക്തികളാണ്. അവർ വീണ്ടും ജനിച്ചവർ, അവർ ദൈവ മക്കളാണ്. അവർ ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലല്ല അവർക്ക് കൂടുതൽ ശ്രദ്ധ, ഉന്നതത്തിലുള്ള കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളോട് അവർക്ക് വലിയ താല്പര്യം. അതോടൊപ്പം തന്നെ മരണം, വിധി, സ്വർഗം, നരകം ഇവയെക്കുറിച്ചെല്ലാം ബോധ്യമുള്ളവരാണ്. അവർ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതുന്നവരാണ്. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതുവിൻ എന്ന്
മത്തായി ശ്ലീഹ 6:20 പറയുന്നു, മത്തായി 6:20 പറയുന്നു, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതുവിൻ. ഈ വീണ്ടും ജനിച്ചവർ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതുന്നവരാണ്. എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതുന്നത്? അനേക ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി അവർ നേടിക്കൊടുക്കണം. പ്രിയമുള്ളവരെ, വ്യക്തിപരമായ രക്ഷയോടൊപ്പം അനേകം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി. ഇന്ന് നമുക്കറിയാം, അനേകം വൈദികർ മാത്രമല്ല, സിസ്റ്റേഴ്സ് മാത്രമല്ല, അനേകം അൽമായർ പോലും അവർ ഉപജീവന മാർഗങ്ങൾ, ജോലി, കുടുംബം എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ അനേകം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ആ വീണ്ടും ജനനത്തിലൂടെയാണ് പ്രിയമുള്ളവർ, വീണ്ടും ജനനത്തിലൂടെ. വീണ്ടും ജനിച്ചവർ സ്വർഗീയ പൗരന്മാരാണ്, ആത്മീയ പൗരന്മാരാണ്. കൊളോസസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, കൊളോസസ് 3-ലും 1-ാമത്തെ വചനമാണ്, 1-ാമത്തെ വചനം, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുകയാണെന്ന്. അവർക്ക് സ്വർഗത്തിലെ കാര്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം. ഈ ജീവിതത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ ഉള്ളവരാണ്. അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതുന്നവരാണ് അവർ. അതാണ് വീണ്ടും ജനിച്ചവരിൽ കാണുന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യം. പ്രിയമുള്ളവർ, ഈശോയോട് വലിയ പ്രതിപത്തിയുള്ളവർ, ഈശോയോട് വലിയ സ്നേഹമുള്ളവർ, പ്രാർത്ഥനയോട് വലിയ താല്പര്യമുള്ളവർ, അതോടൊപ്പം തന്നെ കൂദാശകളോട് വലിയ താല്പര്യമുള്ളവരാണ് അവർ. അപ്പോൾ വീണ്ടും ജനിച്ചവരിൽ കാണുന്ന പ്രത്യേകതകൾ ഈ കാര്യങ്ങളൊക്കെയാണ്. അതോടൊപ്പം തന്നെ വീണ്ടും മനസ്സിലാക്കുക, ഈ ഭൂമുഖത്തിൽ ജനിച്ച എല്ലാവരും മരിക്കും. എന്നാൽ വീണ്ടും ജനിച്ചവർ, ഈശോ പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, മരിച്ചാലും ജീവിക്കും. വീണ്ടും ജനിച്ചവർ ദൈവത്തോടൊപ്പം ജീവിതം തുടരുകയാണ്. ഈ ജീവിതത്തിനപ്പുറം ഈശോയുടെ കൂടെ ഒരു ജീവിതം അവർ തുടരുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാമാണ് വീണ്ടും ജനിച്ചവരിൽ കാണുന്ന പ്രത്യേകത. അവർ ആത്മീയരായിരിക്കും, അവർ ഉന്നതത്തിൽ നിന്ന് ജനിച്ചവരായിരിക്കും. ഒരിക്കലും ഈ വചനം തെറ്റിദ്ധരിക്കപ്പെടരുത്. ജലത്താലുള്ള ജനനം എന്ന വാക്കുകൊണ്ട് ഈശോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. പച്ചവെള്ളത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. ബാഹ്യമായ ശുദ്ധി മാത്രമേ പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആന്തരിക വിശുദ്ധിക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം, അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് അറിയണം. അപ്പോഴാണ് നമ്മൾ വീണ്ടും ജനിച്ച് ദൈവത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഈ ഭൂമിയിലായിരിക്കുന്നത്. ഇവിടെ നിക്കോദേമോസ് തിരിച്ചറിയാണ്, വീണ്ടും ജനിച്ച വ്യക്തികൾ, അവരിൽ ഈശോയുടെ സ്വഭാവങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ മദർ തെരേസയുടെ ഒരു സംഭവം കാണുന്നുണ്ട്. മദർ തെരേസ്യ തെരുവിൽ നിന്ന് ഒരു ബ്രാഹ്മണനെടുത്ത്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ബ്രാഹ്മണൻ, ആ സംഭവങ്ങളൊക്കെ നമ്മൾ കുറേ പേര് വായിച്ചിട്ടുള്ളതാണ് പ്രിയമുള്ളവരെ. ഈ ബ്രാഹ്മണനെ എടുത്ത് കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, എല്ലാറ്റിനുപരി സ്നേഹം കൊടുത്തു. ആ വൃദ്ധ ബ്രാഹ്മണൻ മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ കൈ പിടിച്ച് ചോദിച്ചു, അമ്മേ, അമ്മയുടെ ദൈവം ആരാണ്? അമ്മയുടെ ദൈവം ആരാണ്? ഉടനെ എന്നെ മദർ തെരേസ്യ തൻ്റെ ഉടുപ്പിൽ കുത്തിയിരിക്കുന്ന ക്രൂശിത രൂപം തൊട്ടിട്ട് കാണിച്ചു കൊടുത്തു. എടുത്തു വഴിക്ക് ബ്രാഹ്മണൻ പറഞ്ഞു, അവനാണ് അമ്മേ സത്യദൈവം, അവനാണ് അമ്മേ സത്യദൈവം. ഇതാ വീണ്ടും ജനിച്ചവരിൽ അവർ ഈശോയെ കാണുന്നു, ഈശോയെ കാണുന്നവർ. നമ്മളൊരു ഇങ്ങനെ എത്രയോ സംഭവങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും ജനിച്ചവരിൽ ഈശോയെ കാണുന്നു. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വീണ്ടും ജനന അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം, രക്തത്താൽ കഴുകപ്പെടണം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. പക്ഷേ ഈ ലോകയാത്രയിൽ കുറേ അശുദ്ധികളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണെന്ന്. സ്വർഗ സാന്നിധ്യം, ദൈവസാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ സാന്നിധ്യം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ സാന്നിധ്യം നമ്മുടെ ഹൃദയമാവുന്ന വയലിൽ ഒളിഞ്ഞു കിടക്കുകയാണ്, മറഞ്ഞു കിടക്കുകയാണ്. ഈ ഒളിഞ്ഞു കിടക്കുന്ന സാന്നിധ്യം, മറഞ്ഞു കിടക്കുന്ന സാന്നിധ്യം അത് പുറത്തേക്ക് വരണം പ്രിയമുള്ളവരെ. അതിന് ഞാൻ ഇനിയും വചനം കേൾക്കണം, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം, പരിശുദ്ധാത്മാവിനെ അറിയണം. അപ്പോൾ വീണ്ടും ജനനം ഒരിക്കൽ മാത്രം സംഭവിച്ചാൽ പോരാത്, മരണം വരെ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. വീണ്ടും ജനനം നടക്കേണ്ടത് അത് യേശുവിൻ്റെ വചനത്താലും രക്തത്താലും പരിശുദ്ധാത്മാവിലും, അത് മരണം വരെ സംഭവിക്കണം. നമ്മളിലുള്ള കുറേ തെറ്റായ ബോധ്യങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ, ജീവിതശൈലികൾ, അതെല്ലാം ഇനിയും മാറേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ വിശദീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ പരിശുദ്ധാത്മാവെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം. അതിനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിത്വം മുഴുവൻ ഈശോയ്ക്ക് ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. മനുഷ്യബുദ്ധി, മനുഷ്യ ശരീരം, മനുഷ്യാത്മാവ്,
പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിത്വത്തിൽ നിറയാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വചനം ഇതാ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മളെ കഴുകട്ടെ. യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ നിറയട്ടെ. ദൈവത്തോടു കൂടി ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ ആരംഭിക്കാം. അതിനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.